കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന 5 ക്യാൻസർ എടുത്തു നോക്കിയാൽ ഒന്നാമതായിട്ട് വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. പിന്നീട് ലങ് ക്യാൻസർ, അതുപോലെ തന്നെ വൻകുടലിൻ്റെ ക്യാൻസർ, അതും ഇക്കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കേരളത്തിലെ പുരുഷന്മാരിൽ ടോപ്പ് 5 ക്യാൻസറിലൊന്നാണ്. അതുപോലെ തൈറോയ്ഡ് ക്യാൻസർ സ്ത്രീകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്യാൻസറാണ്. ഇതല്ലാതെ ചില ഭാഗങ്ങളിലെങ്കിലും ചില ആശുപത്രികളിലെങ്കിലും കരളിൻ്റെ ക്യാൻസർ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന 5 ക്യാൻസറുകൾ നോക്കിയാൽ ഇതൊക്കെയാണ് കാണുന്നത്. ഇത് നമ്മൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന അസുഖങ്ങളിലൊന്നായിട്ട് ക്യാൻസർ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഏത് ക്യാൻസറൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതെന്ന് അറിയുന്നത് നമ്മൾക്ക് മുൻകരുതലെടുക്കാൻ സഹായിക്കും. സ്തനാർബുദം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നു എന്നറിയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമ്മൾ മുൻകരുതലെടുക്കണം എന്നുള്ള ഒരു കാര്യമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. കാരണം അവർ അതേപ്പറ്റി ബോധവതികളാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ലങ് ക്യാൻസർ. ലങ് ക്യാൻസറിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പുകവലിയാണ്. അപ്പോൾ പുകവലിയും അനുബന്ധ വസ്തുക്കളുടെ ഉപയോഗവും കുറയ്ക്കുന്നതിലൂടെ ലങ് ക്യാൻസറിൻ്റെ പുതിയ ക്യാൻസർ രോഗികളുടെ അളവ് ഒരു 50% കണ്ടെങ്കിലും കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഈ പറയുന്നത് പോലെ തന്നെ തക്ക സമയത്ത് PSA ടെസ്റ്റ് വഴി ആദ്യത്തെ അവസ്ഥയിൽ തന്നെ രോഗം കണ്ടെത്താൻ സാധിക്കുന്ന രോഗങ്ങളിലൊന്നാണ്. വൻകുടലിലെ ക്യാൻസർ അതുപോലെ ഒന്നാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് വൻകുടലിൻ്റെ ക്യാൻസർ കാണുന്നത് ഇക്കാലത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചു വരുന്നൊരു കാര്യമാണ്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൻകുടലിൻ്റെ ക്യാൻസർ നമുക്ക് ആരംഭഘട്ടത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ അവഗണിക്കാതെ ശ്രദ്ധിച്ചാൽ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തി പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രോഗമാണ്.